റിവിറ്റ് MEP മലയാളത്തിന്റെ 48ാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതുപോലെ തന്നെ സൺഷെയ്ഡിന്റെ രണ്ടാമത്തെ വീഡിയോയാണ്. ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോണത് സൺഷെയ്ഡ് വരയ്ക്കേണ്ട രണ്ടാമത്തെ മെത്തേഡ് എന്താണെന്നുള്ളതാണ്, അല്ലെങ്കിൽ രണ്ടാമത്തെ മെത്തേഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെ സൺഷെയ്ഡ് വരയ്ക്കാം എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ലെവൽ 3ലേക്ക് വന്നിട്ടുണ്ട്. ലെവൽ 3ൽ വന്നതിന് ശേഷം ഞാനിവിടെ ആർക്കിടെക്ചറിനകത്ത് കമ്പോണന്റ്, അതിനുള്ളിൽ മോഡൽ ലൈൻ പ്ലേസ്. ഓക്കെ, ഇവിടെ ജനറിക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. ജനറിക് എടുക്കുവാണ്. ഓക്കെ, ജനറിക് മോഡൽസ് അത് സെലക്ട് ചെയ്തു. ഓക്കെ എടുത്തു. ഞാനിവിടെ ഒരു പേര് കൊടുക്കാൻ പോവാണ്. ഞാനിപ്പം സൺഷെയ്ഡ് തന്നെ പേര് കൊടുക്കുകയാണ്. ഓക്കെ, പേര് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലൊരു ഇന്റർഫേസിലേക്കാണ് വരുന്നത്. ഓക്കെ, ഇവിടെ സ്വീപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇത് ഓപ്പൺ ചെയ്യണം. ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം എനിക്ക് സൺഷെയ്ഡ് വരയ്ക്കേണ്ട ഒരു പാത്ത് ഉണ്ടല്ലോ, ഏത് വഴിയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു സൺഷെയ്ഡ് പോവേണ്ടതെന്നുള്ള കാണിച്ചു കൊടുക്കണം. അപ്പോൾ അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സ്കെച്ച് പാത്ത് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യണം. അത് സെലക്ട് ചെയ്തതിനു ശേഷം ഞാനിവിടെ ആ ഒരു പാത്ത് കാണിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഞാനിവിടെ ഇതുപോലൊരു പാത്ത് ഇവിടെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിന് ക്ലോസ് ആകണമെന്നില്ല, നമുക്ക് പാത്ത് മാത്രം കാണിച്ചു കൊടുക്കുക. ഇവിടെ മുതൽ ഇവിടം വരെ എന്നുള്ളത് മാത്രം കാണിച്ചു കൊടുത്താൽ നമ്മൾ ഈ പാത്ത് കാണിച്ചു കൊടുക്കുമ്പോൾ ഇവിടെ ഇതുപോലെ ഒരു ക്രോസ് ലൈൻ വരുന്നു. ഈ ഒരു ക്രോസ് ലൈൻ എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ ഒരു പാത്ത് മാത്രമേ വരച്ചിട്ടുള്ളൂ. ഓക്കെ, സൺഷെയ്ഡ് വരച്ചിട്ടില്ല. സൺഷെയ്ഡ് വരയ്ക്കണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു വ്യൂവിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. ഫ്ലോർ പ്ലാനിൽ നിന്നുകൊണ്ട് നമുക്ക് ഒരിക്കലും സൺഷെയ്ഡ് വരയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു വ്യൂവിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വ്യൂ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്രോസ് ലൈൻ ഇവിടെ വരുന്നത്. ഈ ക്രോസ് ലൈൻ എവിടെയാണ് വരുന്നത്? ഞാനിപ്പോൾ ഈ ഒരു പാത്ത് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന പാത്ത് എവിടെയാണോ അവിടുന്ന് ക്രോസ് ആയിട്ടായിരിക്കും ഈ ഒരു ലൈൻ വരുന്നത്. ഞാനിപ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഒരു ക്രോസ് ലൈൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സൺഷെയ്ഡ് വരയ്ക്കണം. സൺഷെയ്ഡ് എങ്ങനെയാണ് വരയ്ക്കേണ്ടത്? ഈ പാത്ത് കണക്കാക്കിയിട്ട് എനിക്കൊരു സൺഷെയ്ഡ് പോകണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ടിക്ക് കൊടുക്കുകയാണ്. ടിക്ക് കൊടുത്തതിന് ശേഷം ഇവിടെ എഡിറ്റ് പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ഓക്കെ, ചില സമയങ്ങളിൽ ചിലപ്പോൾ ഇത് ഹൈഡായി കിടക്കും. നോക്കാം, ഈ ഒരു കണ്ടീഷനിൽ ഇപ്പോൾ ഹൈഡാണ്. ഇങ്ങനെ ഹൈഡായി കിടന്നു കഴിഞ്ഞാൽ ഈ ഒരു ലൈനിലേക്ക് വന്ന് ഇത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ എനേബിൾ ആവും. ഓക്കെ, ഇവിടെ എഡിറ്റ് പ്രൊഫൈൽ കൊടുക്കുകയാണ്. എഡിറ്റ് പ്രൊഫൈൽ കൊടുക്കുമ്പോഴേക്കും ചോദിക്കുന്നുണ്ട് എനിക്ക് ഏത് സൈഡിൽ നിന്നാണ് സൺഷെയ്ഡ് വരയ്ക്കേണ്ടതെന്നുള്ളത്. ഇപ്പം പോസിബിൾ ആയിട്ടുള്ളത് നോർത്ത് സൈഡിൽ നിന്നും വരയ്ക്കാൻ കഴിയും, അതുപോലെ തന്നെ സൗത്ത് സൈഡിൽ നിന്നും വരയ്ക്കാൻ കഴിയും. ഓക്കെ, നോർത്ത് ഇതാണ്, സൗത്ത് ഇതാണ്. ഞാനിപ്പം സൗത്ത് സൈഡിൽ നിന്ന് തന്നെ വരയ്ക്കാനുള്ള കമാൻഡ് കൊടുക്കുകയാണ്. ഓക്കെ, ഓപ്പൺ വ്യൂ. ഇനി നമുക്ക് ഇവിടെ സൺഷെയ്ഡ് വരയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതിപ്പോൾ എത്രയാണ് പോയിന്റ്? ഇത് 2100 mm ഈ ഒരു ഹൈറ്റ് പോയിന്റ് ചെയ്തിരിക്കുന്നത്. കാരണം എന്താണ്? ലെവൽ 3ലാണ് നമ്മൾ സൺഷെയ്ഡ് വരയ്ക്കേണ്ട പാത്ത് കാണിച്ചു കൊടുക്കുക. ഓക്കെ, എനിക്കിപ്പോൾ ലെവൽ 3ന്ന് മേളിലേക്കാണ് പോവേണ്ടത്. ഓക്കെ, അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്കിവിടെ സ്കെയിലിംഗ് ചെയ്യാം. ഓക്കെ, അതല്ല എങ്കിൽ നമ്മൾ പാത്ത് കാണിക്കുന്നതിന് മുന്നേ ഇവിടെ വന്നതിന് ശേഷം എലിവേഷനിൽ വന്നതിന് ശേഷം പുതിയൊരു എലിവേഷൻ വരച്ചു കൊടുക്കണം, ഒരു ലെവൽ വരച്ചു കൊടുക്കണം. ഓക്കെ, എന്നിട്ട് ആ ലെവലിൽ നമ്മൾ പാത്ത് കാണിച്ചു കൊടുത്താൽ കറക്റ്റ് ആ ഒരു പോയിന്റിൽ കാണിക്കും. ഇപ്പം അത് അങ്ങനെ നിർബന്ധമില്ല. ഇപ്പം നമുക്ക് ഇവിടെ തന്നെ സ്കെയിലിംഗ് ചെയ്യാനായിട്ട് കഴിയും. അതിന് വേണ്ടി ഞാനിവിടെ ലൈൻ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഇപ്പോൾ ഒരു 100 mm ഓപ്സെറ്റ് ആയിട്ട്, ഓക്കെ, ഓപ്സെറ്റ് ആയിട്ട് എടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു സൺഷെയ്ഡ് വരയ്ക്കുകയാണ്. എനിക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വേണമെങ്കിലും വരയ്ക്കാം, അല്ലെങ്കിൽ ചെറിയൊരു സ്ലോപ്പിൽ വേണമെങ്കിലും വരയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഞാനിപ്പോൾ ഒരു 300 mm ലെങ്തിലാണ് ഈ ഒരു സൺഷെയ്ഡ് വരയ്ക്കുന്നത്. അത് 175 mm ചരിവിൽ 300 mm ലെങ്തിൽ ഒരു സൺഷെയ്ഡ് വരയ്ക്കാൻ പോകണം. ഞാൻ അതിനുശേഷം അങ്ങനെ സ്ലോപ്പ് എടുത്തു. ഓക്കെ, അതിനുശേഷം ഇങ്ങനെ ഒരു മോഡലിൽ വരയ്ക്കുകയാണ്. ഇങ്ങനെ വരയ്ക്കപ്പോൾ ഉള്ള ഉപയോഗം വെച്ചാൽ നമുക്ക് കസ്റ്റം ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഞാൻ ഇതിനെ കൂടെ കൊണ്ടുവന്ന് കണക്ട് ചെയ്യണം. അപ്പോൾ ഇതാണ് എൻ്റെ സൺഷെയ്ഡിൻ്റെ ഒരു മോഡൽ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ മാത്രമേ വരച്ചിട്ടുള്ളൂ. നമുക്ക് വേണ്ടതാണ് വീടിന് ചുറ്റും വരണം. ഓക്കെ, അതിപ്പോൾ എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ടിക്ക് കൊടുത്തു. അതിന് വീണ്ടും ഒരു ടിക്ക് മാർക്ക് കൊടുത്ത് ഇവിടെ ഫിനിഷ് മോഡൽ കൊടുത്തു. ഓക്കെ, 3D വ്യൂയിലേക്ക് വരപ്പോൾ കണ്ടോ, നമ്മൾ എങ്ങനെയാണോ ആ ഒരു പാത്ത് വരച്ചത് ആ പാത്തിന് കണക്കാക്കിയിട്ട് ഇവിടെ സൺഷെയ്ഡ് വന്നിട്ടുണ്ട്. ആ ഒരു മോഡലൊക്കെ കണ്ടോ, നമ്മൾ വരച്ച ആ ഒരു മോഡലിൽ തന്നെ സൺഷെയ്ഡ് അതേ ചരിവിൽ നമ്മൾ വരച്ച ചരിവ് എത്രയാണ്? 175 ഡിഗ്രി ചരിവിൽ 300 mm ലെങ്തിൽ ആണ് ഈ ഒരു സൺഷെയ്ഡ് വരച്ചത്. അപ്പോൾ അതേ രീതി തന്നെ വീടിന് ചുറ്റും അതേ ചരിവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് സൺഷെയ്ഡ് വരയ്ക്കേണ്ട രണ്ടാമത്തെ മെത്തേഡ്.